വെൽക്കം ടു ഹൗസ് ഓഫ് ഇംഗ്ലീഷ്. ബിസിനസ്സിലോ സെയിൽസിലോ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാഡ് മാനേഴ്സും നോക്കണം, ഗുഡ് മാനേഴ്സ് നോക്കണം. ബാഡ് മാനേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അറൈവിങ് ലേറ്റ് ഫോർ എ മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിന് വൈകി എത്തിച്ചേരുക എന്നുള്ളത്. ആരെങ്കിലും മീറ്റിംഗ് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് മീറ്റിംഗ് ആവട്ടെ, ബിസിനസ് മീറ്റിംഗ് ആവട്ടെ, സെയിൽസ് മീറ്റിംഗ് ആവട്ടെ, ഏത് മീറ്റിംഗ് ആയാലും ഷാർപ്പ് ടൈം നോക്കാതെ വൈകി എത്തിച്ചേരുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇഗ്നോറിങ് പീപ്പിൾ വെൻ യു മീറ്റ് ദം, നമ്മളെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ നമ്മൾ അവഗണിക്കുക എന്നുള്ളതാണ്. ഷൗട്ടിങ് ആൻ ഓർഡർ അറ്റ് സമ്മൺ, നമുക്ക് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെയും നെങ്കിലെ പ്രക്ഷോഭിക്കുകയോ ഷൗട്ട് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. നോട്ട് അപ്പോളജൈസിങ് ഇഫ് യു ഒഫൻഡ് സമ്മൺ, നമ്മൾ ആരെങ്കിലുമായിട്ട് ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് അപ്പോളജൈസ് ചെയ്യാതിരിക്കുക, ക്ഷമാപണം നടത്താതിരിക്കുക. ബീയിങ് റൂഡ് ടു പീപ്പിൾ ഹു ഓഫർ ടു ഹെൽപ്പ് യു, നമ്മളെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരോട് നമ്മൾ വളരെ റൂഡായിട്ട് പെരുമാറുക എന്നുള്ളത്. യൂസിങ് ബാഡ് ലാംഗ്വേജ്, സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പൊളൈറ്റായിട്ട് സംസാരിക്കേണ്ടതിന് പകരം ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇതൊക്കെയാണ് ബാഡ് മാനേഴ്സിൽ പെട്ടത്. ഇതെല്ലാം ഒഴിവാക്കി ഗുഡ് മാനേഴ്സ് സ്വീകരിക്കുക എപ്പോഴും.